വൈദ്യുതി ബിൽ കുടിശ്ശികയായതിന്റെ പേരിൽ ഫ്യൂസ് ഊരാൻ എത്തിയ KSEB. അതേ KSEBക്ക് തന്നെ വൈദ്യുതി ഉൽപ്പാദിപ്പിച്ച് തിരിച്ചു വിൽക്കുന്ന ഒരു സ്കൂൾ. കോട്ടയത്തെ കുറിച്ചി സ്കൂളിലാണ് ഇത്തരമൊരു മധുര പ്രതികാരത്തിന്റെ കഥയുള്ളത്. രണ്ടു വർഷം മുൻപാണ് KSEB അധികൃതർ കുറിച്ചി സ്കൂളിൽ ഫ്യൂസ് ഊരാൻ എത്തിയത്. ഫണ്ടില്ലാത്തതിനാൽ പണമടക്കാൻ കഴിഞ്ഞില്ല. 16,000 രൂപയായിരുന്നു സ്കൂളിന്റെ വൈദ്യുതി കുടിശ്ശിക. ഇവിടെ സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം സാധാരണക്കാരും പാവപ്പെട്ടവരായ കുട്ടികൾ പഠിക്കുന്ന സ്കൂളാണ്. 133 വർഷം ഈ സ്കൂളിന് ചരിത്രവും പാരമ്പര്യവുമുണ്ട്. ഇപ്പോൾ കോവിഡ് സമയത്ത് ശരിക്കും പറഞ്ഞാൽ വൈദ്യുതി ബില്ല് അടയ്ക്കാൻ വേണ്ടി വലിയ പ്രതിസന്ധി നേരിട്ടു. ആ സമയത്ത് ശരിക്കും പറഞ്ഞാൽ വൈദ്യുതി കട്ട് ചെയ്ത് പോകാൻ വേണ്ടി ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ അധികാരികൾ സ്കൂളിൽ വന്നു. അന്ന് PTA-യും ബന്ധപ്പെട്ട ഇവിടുത്തെ അധ്യാപകരുമൊക്കെ ഇടപെട്ടുകൊണ്ട് അത് ഞങ്ങൾ പൈസ അടച്ചോളാം, സ്വന്തമായി പൈസ അടച്ചോളാം എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ അവർ ഒഴിവായിപ്പോയി. പിന്നെ ഞങ്ങൾ പൈസ കണ്ടെത്തി അടയ്ക്കുകയായിരുന്നു. അതിനുശേഷം അന്നത്തെ PTA-ക്ക് ഇത് നമുക്ക് എന്തുകൊണ്ട് സ്കൂളിൽ സ്വന്തമായി വൈദ്യുതി ഉൽപ്പാദിപ്പിച്ചുകൂടാ എന്നുള്ളൊരു ആശയം ആ PTA ഉണ്ടാകുകയും അത് ബഹുമാനപ്പെട്ട ജില്ലാ പഞ്ചായത്ത് മെമ്പറെ ശ്രദ്ധയിൽപ്പെടുത്തുകയുണ്ടായി. ഏതായാലും ഞങ്ങൾക്ക് അഭിമാനമുണ്ട്. അദ്ദേഹം അത് ശ്രദ്ധാപൂർവം കേട്ടു. 1.5 വർഷത്തിനിപ്പുറത്തേക്ക് ഈ പദ്ധതി സ്കൂളിന് നടപ്പിലാക്കി തന്നു. അങ്ങനെ KSEB-യോടൊരു മധുര പ്രതികാരം ചെയ്യാൻ സ്കൂളിൽ സോളാർ പവർ പ്ലാന്റ് നിർമ്മിച്ചു. പദ്ധതിക്ക് ഹൈ വോൾട്ടേജ് പിന്തുണയായി ജില്ലാ പഞ്ചായത്ത് അംഗം വൈശാഖ്. ശരിക്കും നമുക്ക് ആദ്യം ആവശ്യം വന്നപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു പ്രയാസമാണ് തോന്നിയത്. മറ്റൊന്നുമല്ല, നമ്മുടെ ഒരു സ്കൂളിൽ പ്രത്യേകിച്ച് സർക്കാർ കലാലയത്തിൽ കറണ്ട് അടയ്ക്കാൻ പൈസ ഇല്ലാത്തതിൻ്റെ പേരിൽ കട്ട് ചെയ്യുന്നു എന്ന് പറയുമ്പം ആദ്യം ഒരു വിഷമമാണ് വന്നത്. എന്നിരുന്നാലും ആ പ്രശ്നങ്ങൾ അന്നേരം തന്നെ ഇടപെട്ടുകൊണ്ട് പരിഹരിക്കാൻ സാധിച്ചു. പിന്നീട് നമ്മുടെ സ്കൂളിന് സ്വന്തമായി വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാമെന്നൊരാശയം മുമ്പോട്ട് വന്നപ്പോൾ അതിനോട് പോസിറ്റീവായി കൈ കൊടുക്കാമെന്ന് തന്നെയാണ് തീരുമാനിച്ചത്. പ്രത്യേകിച്ച് ഞാൻ ഉൾപ്പെടെ പഠിച്ചത് ഒരു സർക്കാർ കലാലയങ്ങളിൽ തന്നെയാണ്. ഇപ്പം നമ്മൾ പ്രതിദിനം 40 യൂണിറ്റ് വൈദ്യുതിയാണ് നമ്മളിവിടെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. എനിക്ക് തോന്നുന്നു സ്കൂളിൻ്റെ കൺസപ്ഷൻ എന്ന് പറയുന്നത് ഏകദേശം ഒരു 5 to 10 യൂണിറ്റ്സും വൈദ്യുതി മാത്രമേ സ്കൂളിന് ആവശ്യം വരുള്ളൂ. എന്നിരുന്നാലും 30 യൂണിറ്റ് വൈദ്യുതി ദിനം പ്രതി KSEB-യുടെ ഗ്രിഡ് സംവിധാനത്തിൽ കൊടുക്കാൻ സാധിക്കുമെന്നാണ് ഇതിൻ്റെ അകത്ത് ഏറ്റവും വലിയ വസ്തുത. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ നമുക്കൊരു മധുര പ്രതികാരം കൂടിയാണ്. നമ്മുടെ കറണ്ട് ഊരാൻ വന്ന ഫീസ് ഊരാൻ വന്ന KSEB-ക്ക് അത് തിരിച്ചു കൊടുക്കുമ്പോൾ മാന്യമായ ഒരു മധുര പ്രതികാരത്തിൻ്റെ ഒരു ഓർമ്മ കൂടിയാണിത്. വൈശാഖിന്റെ ഡിവിഷൻ ഫണ്ടിൽ നിന്ന് 10 ലക്ഷം രൂപ ചിലവഴിച്ചാണ് പവർ പ്ലാന്റിന്റെ നിർമ്മാണം. സ്വന്തമായി വൈദ്യുതി ഉൽപ്പാദിപ്പിച്ച സന്തോഷത്തിലാണ് കുറിച്ചി സ്കൂൾ. നമുക്കിത് വളരെയധികം വളരെ പ്രയോജനപ്പെടുന്ന ഒരു സംഭവമാണ് ഈ സോളാർ പാനൽ. അപ്പോൾ ഇത് നമുക്കറിയാം, പരിസ്ഥിതി സൗഹാർദ്ദമായിട്ടുള്ള ഒരു പദ്ധതിയാണ്. പിന്നെ തന്നെയുമല്ല, നമുക്ക് ഇപ്പോൾ എന്തെങ്കിലും ചില ഫംഗ്ഷനുകളൊക്കെ നമ്മുടെ സ്കൂളുകളിൽ നടക്കുമ്പോൾ ചിലപ്പോൾ കറണ്ട് പോകാനൊക്കെയുള്ള സാധ്യതയുണ്ടായിരുന്നു. അപ്പം അങ്ങനെ വരുമ്പോൾ ഞങ്ങൾ KSEB-യിലേക്ക് നിരന്തരം വിളിക്കുകയും ചിലപ്പോൾ അവിടെ അവർക്കും പരിഹരിക്കാൻ പാടില്ലാത്ത ചില പ്രശ്നങ്ങളിൽ വരുമ്പോൾ നമുക്ക് കറണ്ട് കിട്ടാനൊക്കെ ബുദ്ധിമുട്ടുണ്ടാകുമായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു സംവിധാനം വരികയാണെങ്കിൽ നമുക്ക് ആ ഒരു പ്രശ്നങ്ങളൊക്കെ നമുക്കവിടെ ഒഴിവാകും. അപ്പോൾ ഇങ്ങനെ ഒരു പദ്ധതി ഇവിടെ നമുക്ക് കൊണ്ടുതന്ന നമ്മുടെ ജില്ലാ പഞ്ചായത്ത് മെമ്പർ ശ്രീ വൈശാഖ് PK-യോടുള്ള നമ്മുടെ നന്ദി ഞങ്ങളുടെ സ്കൂളിൻ്റെ നന്ദി എത്ര പറഞ്ഞാലും തീരുകയില്ല. ഞങ്ങളുടെ സ്കൂളിൻ്റെ എല്ലാ വികസന പ്രവർത്തനങ്ങളിലും ഞങ്ങളോടൊപ്പം നിന്ന് പ്രവർത്തിക്കുന്ന ആളാണ് അദ്ദേഹം. ഫ്യൂസൂര്യത്തിന്റെ പേരിലടക്കം അടിപിടി ബഹളം നടക്കുന്ന സമയമാണ്. കുറച്ചധികം സന്തോഷത്തോടെ സ്വന്തമായി വൈദ്യുതി ഉൽപ്പാദിപ്പിച്ച് അത് KSEB-ക്ക് വിറ്റ് കുറിച്ചി സ്കൂൾ ഇങ്ങനെ വേറിട്ട് നിൽക്കുകയാണ്. രഞ്ജിത്തിനൊപ്പം റിപ്പോർട്ടർ സുനിഷ അയ്യല്ലൂർ, ഇൻ റിപ്പോർട്ടർ, കോട്ടയം.